എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനുള്ള ശ്രമത്തിലായിരിക്കും. അപ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഇപ്പം കൊച്ചു കൂട്ടുകാർക്കെല്ലാം 5-6 ദിവസം അവധിയായിരുന്നു. എല്ലാവരും അത് വളരെയധികം പ്രയോജനപ്പെടുത്തിയെന്ന് വിശ്വസിക്കുന്നു. കുട്ടികളെല്ലാവരും വീട്ടിൽ കളിച്ച് ഉല്ലസിച്ച് ഇരിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ പുതിയ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് ചിലതൊന്നും അത്ര പറയത്തക്ക മെച്ചമൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു പടം ഇറങ്ങി, ആവേശമെന്നും പറഞ്ഞൊരു പടം. അത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരുപാട് കാര്യം ആ പടത്തിനകത്തുണ്ട്. ഈ 20 വയസ്സൊക്കെയുള്ള എൻജിനീയറിങ് സ്റ്റുഡൻസൊക്കെ ഉണ്ടല്ലോ, അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പടമാണ്. അത് ഫാസിൽ നല്ലതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മോനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിലെല്ലാം ഒരു സന്തോഷവും എന്തെന്നില്ലാത്ത ഒരു ഒരു ഫീലാണ് തോന്നുന്നത്. അത് അവർക്ക് മാത്രമല്ല, പടം കണ്ട എല്ലാ കൂട്ടുകാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുട്ടികളെയും നമ്മൾ ദൂര സ്ഥലങ്ങളിലെല്ലാം ഓരോ കോഴ്സൊക്കെ പഠിക്കാനായിട്ട് അങ്ങ് അയക്കും. അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തരും നല്ല രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചായിരിക്കും ചെന്ന് ചേരുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ സാഹചര്യങ്ങൾ ചിലപ്പോൾ പ്രതികൂലമാകാം. കാരണം നമ്മളിപ്പം എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് വല്ല ഹോസ്റ്റലിൽ എവിടെയെങ്കിലും നിൽക്കാനായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ അവർ നമ്മളെ മിസ്ലീഡ് ചെയ്യും. വേറെ എങ്ങോട്ടെങ്കിലും കൊള്ളാത്ത സ്ഥലങ്ങളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെയാണ് നമുക്ക് ഈ പടം കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. മിക്ക കുട്ടികളെല്ലാവരും നല്ലവരാണ്. എന്നാൽ ചില പ്രതികൂല സാഹചര്യങ്ങളാണ് അവരെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ കൊള്ളാത്ത കൂട്ടുകെട്ടിൽ അവർ ചെന്ന് പെട്ട് പോവും. പിന്നെ അവിടെ നിന്ന് ഊരി പോരാനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ പ്രതികാരം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് എല്ലാവരും, കുറേ ആളുകളെല്ലാം അങ്ങ് ക്ഷമിക്കും. ക്ഷമയാണ് നമുക്ക് വേണ്ടുന്നത്. എന്നാലും എല്ലാ കുട്ടികളുടെയും മനസ്സിൽ ക്ഷമ കാണില്ല. അവർക്ക് പെട്ടെന്ന് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഫോം ചെയ്യും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ. അത് അവരുടെ കുറ്റമല്ല. അങ്ങനെയുള്ളൊരു കാര്യം എല്ലാവരും ചിന്തിക്കണം. പ്രതികാരം എന്ന് പറയുന്നത് അത്ര നല്ല ഇതല്ല. നമ്മൾ പരമാവധി ക്ഷമിച്ച് പോകുന്നതാണ് നല്ലത്. അത് പ്രതികാരം ചെയ്യാനായിട്ടിരിക്കുമ്പോൾ വീണ്ടും ചെന്ന് കുഴികളിൽ ചാടും. അത് നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, പഠിത്തമായാലും ജോലിയായാലും എന്തു തന്നെ ആയാലും വലിയ തടസ്സങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല നേരായ രീതിയിൽ മുന്നേറി പോകുന്നതിന് വേണ്ടുന്ന ചിന്താഗതിയോടുകൂടി വേണം നമ്മൾ ഓരോ സാഹചര്യങ്ങളെയും പ്രയോജനപ്പെടുത്താൻ. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചില ഹോസ്റ്റലുകളിലൊക്കെ, ആൺകുട്ടികളുടെ ഹോസ്റ്റലിലൊക്കെ വെള്ളോടി ടീമുകളൊക്കെ ആയിരിക്കും. അതിനകത്തുനിന്ന് നമുക്ക് പിന്മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെ അതിനകത്തോട്ട് അവരങ്ങ് ഇൻവോൾവ് ആക്കും. അത് സാഹചര്യങ്ങളെ മനസ്സിലാക്കി അവിടുന്ന് നമ്മൾ രക്ഷപ്പെട്ട് മാറി വേറെ എങ്ങോട്ടെങ്കിലും പോകണം. അതാണ് എഴുതുന്നത്. കുറേ കാര്യങ്ങൾ നമുക്ക് ആ പടം കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രതികാരം അത്ര നല്ലതല്ല. മോനെ മോനെ എന്നുള്ള വിളി കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്തൊരു കുളിർമയാണ്. അത് കേട്ട മുതിർന്നവരായ നമ്മളുടെ മനസ്സിലും നല്ലൊരു പ്രത്യേക ഫീലാണ് തോന്നിയത്. എല്ലാ കൊച്ചു കുട്ടികളും അതൊന്ന് കാണണം. എല്ലാവരും ആവേശം കണ്ട് ആവേശഭരിതരായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആവേശം ഓരോ ഇത് കണ്ടു കഴിയുമ്പോഴും നമ്മുടെ മനസ്സിനകത്തൊരു ആവേശം അത് ഉണ്ടാക്കുന്നുണ്ട്. ആ പേരും ആ പടത്തിന് നല്ല അനുയോജ്യമാണ്. കുറേ അടിയിടിയൊക്കെ ഉണ്ടെങ്കിൽ ആ അടിയിടിയെല്ലാം കോമഡിയിലൂടെ നമുക്ക് അത്ര ഇടിയുടെ ആഘാതം നമ്മൾക്ക് അത്ര ഫീൽ വരുന്നില്ല. കാരണം നമുക്ക് ആ കോമഡി അതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു എൻ്റർടൈൻമെൻറ്റാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. കാണാത്ത കുട്ടികളെല്ലാവരും അത് കാണണം. കുട്ടികൾക്കാണ്, ഒരു 20-18 വയസ്സൊക്കെയുള്ള ആൺകുട്ടികൾക്കാണ് ഈ പടം കാണുമ്പോൾ ഒരു നല്ല എൻ്റർടൈൻമെൻറ്റ്
തോന്നുന്നത്. മുതിർന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഇടിപ്പടങ്ങളും ചില കുടുംബ ചിത്രങ്ങളും ഒക്കെ ആയിരിക്കും. എല്ലാം ഒന്നും പടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ ഇറങ്ങുന്ന പടങ്ങൾക്കെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതിനകത്തുനിന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് എല്ലാവരും ആസ്വദിച്ച് ഇനി തിരിച്ചു പോരുക, അത്രയേ പറ്റത്തുള്ളൂ. എന്നാലും പടം നല്ല അടിപൊളി പടം തന്നെയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഉള്ള പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രസകരമായിരുന്നു കൂട്ടുകാരെ. എപ്പോഴും സിനിമയുടെ കാര്യം തന്നെ പറഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കത്തില്ലേ? പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.